ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇത് നമുക്കൊരു സൺഡേ ആണ്. നമുക്ക് കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പം മോർണിംഗ് എഴുന്നേറ്റ് ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചായയും കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇനി കുക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ വറുക്കാനുള്ളത് പുരട്ടി വെച്ചു. പിന്നെ കറിക്കുള്ളത് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചായനാണ് സവാളയൊക്കെ അരിഞ്ഞിരുന്നത്. നല്ല സ്പീഡിൽ അരിഞ്ഞോളും. അപ്പം ഞാൻ ഒരു 10-12 സവാള ആദ്യമേ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് അതൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. ആ സമയത്തിൽ ഞാൻ ബീഫ് കുക്കറിൽ വെക്കുകയാണ്. ആദ്യം ഞാൻ ചട്ടിയിൽ കുക്ക് ചെയ്യാനൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ എനിക്ക് അതിന് ടൈം ഉണ്ടായിരുന്നില്ല. സൺഡേ ആയിരുന്നു നമ്മൾ സുമോൻ്റെ കല്യാണത്തിന് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ കുറച്ച് നേരം അതിന് വേണ്ടിയിട്ട് ഇരിക്കേണ്ടി വന്നു. പിന്നെ വേഗമായിരുന്നു എല്ലാ പരിപാടികളും. അപ്പോൾ കുറച്ച് നേരം അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന്. പിന്നെ അമ്മയ്ക്ക് സ്റ്റൂ വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതുകൊണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്ന് അമ്മയുടെ പരിപാടി കഴിഞ്ഞതും അമ്മ പോയി കളഞ്ഞ്. പിന്നെ ബാക്കി കുക്കിങ്ങൊക്കെ ഞാനായിരുന്നു. എന്തൊക്കെയോ ഞാൻ ഉണ്ടാക്കി. മോരുകറി വെച്ചു, ബീൻസ് തോരൻ വെച്ചു, ചിക്കൻ കറി വെച്ചു, ബീഫ് കറി വെച്ചു. അതുപോലെ ചിക്കൻ നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെപ്പോഴാണ് വരണത് ഒന്നും കഴിക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിക്കണ ടൈമിൽ ചൂടോടെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് വെച്ചായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് മനോഹരമായിട്ട് എൻ്റെ ഫോണൊന്നും മെമ്മറി ഫുള്ളായി, അത് ഓഫായി പോയായിരുന്നു. അപ്പോൾ പകുതിയും ഷൂട്ടിങ് നടന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടുന്ന പോലെ ഞാൻ കുറച്ചായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവരിന്ന് വരുന്നത് നമ്മുടെ വരാപ്പുഴയിൽ വല്യമ്മച്ചിനെ കാണാനാണ്. അമ്മച്ചിക്ക് വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വരികയാണ്. ആദ്യം തറവാട്ടിലാണ് വന്നത്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വരാപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചെന്ന് വല്യമ്മച്ചിനെ കണ്ടു. അപ്പോൾ അവിടെ എല്ലാവരും പെരുന്നാളിന് വന്നിട്ട് പകുതി പേരും പോയിട്ടില്ല. പിന്നെ അവിടെ ചായ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം നമ്മുടെ മീനൊക്കെ പിടിക്കുന്ന കടവിൻ്റെ അവിടെയൊക്കെ പോയിരുന്നായിരുന്നു. അപ്പോൾ ഈ വന്നേക്കുന്നത് ഇച്ചായൻ്റെ അമ്മച്ചിയും പെങ്ങളും പെങ്ങളുടെ ഹസ്ബൻഡും 2 കുട്ടികളും പിന്നെ അനിയനുമാണ്. അപ്പോൾ വരാപ്പുഴയിൽ പള്ളിപ്പെരുന്നാൾ നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ കുഞ്ഞുവാവയ്ക്ക് ചെറിയൊരു വയ്യാഴിക ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പള്ളിമുറ്റത്ത് ഇറങ്ങിയില്ല. ജസ്റ്റ് കണ്ടുകൊണ്ട് ഫ്രണ്ടിൽ കൂടെ ജങ്കാറ് കയറിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ പള്ളിയിൽ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞായിരുന്നു. കുർബാനയും രൂപം എടുത്ത് വയ്ക്കലൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ ജങ്കാറ് കയറി നേരെ ഇക്കരെ എത്തി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ചധികം നേരം സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഞാൻ വന്ന് ചിക്കൻ ഫ്രൈ ആക്കി. അപ്പോൾ അവരിന്ന് തന്നെ പോവാണ്. നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പലർക്കും ജോലിക്കും പോകണം, കുട്ടികൾക്കൊക്കെ ക്ലാസ്സിലും പോകണം. അപ്പോൾ അങ്ങനെ അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചു. വൃത്തിയിട്ടവനെ കൈ മുറിഞ്ഞ നല്ല അങ്ങനത്തെ അവർ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ മെമ്മറി കുറവായതുകൊണ്ടും പല സമയങ്ങളിലും ഷൂട്ട് ചെയ്യാൻ മറന്നുപോയതുകൊണ്ടും ഞാനിത് ഇടണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ അടുത്ത കുറച്ച് മൊമെൻറ്റ്സൊക്കെ കിടന്നേക്കട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നത്. ബൈ.